ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2022 ജനുവരി 21-ന് 3 സംസ്ഥാനങ്ങൾ അവരുടെ 50-ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല? ആൻസർ ഓപ്ഷൻ സി നാഗാലാൻഡ്. നാഗാലാൻഡ് നിലവിൽ വന്നത് 1963 ഡിസംബർ 1-നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വ്യവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്. ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് 1938-ലാണ്. അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ദേശീയ ആസൂത്രണ സമിതി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത് 1950 മാർച്ച് 15. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഹരിജൻ യാത്ര. ഹരിജൻ പര്യടനം 9 മാസം നീണ്ടുനിന്നു. ഹരിജൻ പര്യടനത്തോടനുബന്ധിച്ച് അധസ്ഥിതർക്ക് ധനസമാഹരണത്തിനായി ഗാന്ധിജി കേരളത്തിൽ എത്തിയത് 1934-ലാണ്. മലബാറിലെ ഗാന്ധിജിയുടെ പ്രസംഗവേദിയിൽ വെച്ച് തന്റെ ആഭരണങ്ങളെല്ലാം ഹരിജൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തതാണ് കൗമുദി. നാലാമത്തെ ക്വസ്റ്റ്യൻ അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പുരാണക്കില. അക്ബർ പണിയെടുപ്പിച്ച തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. പുരാണക്കില പണിയെടുപ്പിച്ചത് ഹുമയൂൺ, ഷേർഷാ സൂരി എന്നിവർ ചേർന്നായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വയനാട്ടിലെ കാടുകളിൽ 1812-ലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ എ രാമൻ നമ്പി. കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണം എന്നറിയപ്പെടുന്നത് മലബാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങളായിരുന്നു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നത് കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. കുറിച്യ കലാപത്തിന്റെ നേതാവായ രാമൻ നമ്പിയെ കൊലപ്പെടുത്തിയത് 1825 മെയ് 1-നാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും കോളനി വിരുദ്ധ ഗിരിവർഗ സമരം എന്നറിയപ്പെടുന്നത് കുറിച്യ കലാപമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരുന്നാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. കല്ലുമാല സമരം നടന്ന വർഷം 1915 ഒക്ടോബർ 24. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം? ഓപ്ഷൻ സി 1991. എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ഓപ്ഷൻ ഡി ന്യൂറംബർഗ്. നാസി ഭരണകൂടത്തിന്റെ കേന്ദ്രമായിരുന്ന പ്രദേശമായിരുന്നു ന്യൂറംബർഗ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് പിറ്റ്സ്ബർഗ്. പിറ്റ്സ്ബർഗ് ഓഫ് ഇന്ത്യ ജംഷഡ്പൂരിലാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ 18-ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ്. ആൻസർ ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞതും റൂസോയാണ്. ഫ്രാൻസ് തൂമിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇത് മെറ്റേണിയുടെ വാക്കുകളാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇത് തോമസ് പെയിന്റെ വാക്കുകളാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ജോൺ ലോക്കിന്റെ വാക്കുകളാണ്.
10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, പോർച്ചുഗീസ്. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷകളാണ് ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബിക്. ഇതിന്റെ കോഡാണ് ഫ്രിസ്ക എന്നറിയപ്പെടുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഓപ്ഷൻ സി, കോഴിക്കോട്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 NW3 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993. NW3 ദൈർഘ്യം 365 കിലോമീറ്റർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല? ഓപ്ഷൻ ബി, 1, 3. 1 താതപാനി, 3 പുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, മണൽക്കല്ല് സിസ്റ്റ് എന്നുള്ളതാണ് തെറ്റായത്. ശരിയായത് ഗ്രാനൈറ്റ്, ഗ്നീസ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ഷെയിൽ, സ്ലേറ്റ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി, പോളികോണിക്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? ഓപ്ഷൻ ഡി, ജപ്പാൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പണനയത്തിന്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി, 1, 3. 1 മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, 3 നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. പണലഭ്യത, പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിന്റെ നയമാണ് പണനയം. ഇതിലൂടെ RBI പണത്തിന്റെ അളവും ബാങ്കുകളുടെ വായ്പയുടെ അളവും നിയന്ത്രിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ആൻസർ ഓപ്ഷൻ എ, വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ, സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി, 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണിത്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിൽ 2ാം ആണവ പരീക്ഷണം നടന്നതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ഓപ്ഷൻ ഡി, ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം. 21ാമത്തെ ക്വസ്റ്റ്യൻ,
താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി, ഗവൺമെന്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ, വിഷൻ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം മാത്രം. 1. പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്ത് എത്തിക്കുക. 2. കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. 23ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. 24ാമത്തെ ക്വസ്റ്റ്യൻ, COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി, ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന. 25ാമത്തെ ക്വസ്റ്റ്യൻ, ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്നും 50-ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ, ജാർഖണ്ഡ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. 2. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. ആദ്യ സമ്മേളനത്തെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. 27ാമത്തെ ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിന് വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം? ഓപ്ഷൻ ബി, 2ഉം 3ഉം മാത്രം. 2 48A, 3 51A. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഓഫീസുകളിൽ നിന്നും സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അത് PSC ക്യാൻസൽഡ് ആണ്. 29. അടുത്ത 30 നോക്കാം. 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? ഓപ്ഷൻ സി, ഒന്നും 2ഉം മാത്രം. 1. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ. 31ാമത്തെ ക്വസ്റ്റ്യൻ, 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? ഓപ്ഷൻ ബി, കാർലോസ് അൽക്കാരസ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം? ഓപ്ഷൻ സി, അഗ്നിസാക്ഷി.
ആദ്യ വയലാർ അവാർഡ് നേടിയ വ്യക്തി ലളിതാംബിക അന്തർജനം. ആദ്യ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞൻപിള്ള. വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യ വനിത ബാലാമണി അമ്മ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടി. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഓസ്കാർ ജേതാവ് ഭാനു അത്തയ്യ. 34ാമത്തെ ക്വസ്റ്റ്യൻ. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ എത്ര റൺസ് നേടി? ഓപ്ഷൻ ഡി 18,426. 35ാമത്തെ ക്വസ്റ്റ്യൻ. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഓപ്ഷൻ സി എസ്.എൽ. പുരം സദാനന്ദൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആര്? ഓപ്ഷൻ എ എസ് ഗുപ്തൻ നായർ. 37ാമത്തെ ക്വസ്റ്റ്യൻ. കുമാരനാശാൻ അന്തരിച്ച വർഷം? ഓപ്ഷൻ ബി 1924. കുമാരനാശാൻ ജനിച്ച വർഷം 1873 ഏപ്രിൽ 12. ആദ്യ കൃതി വീണപ്പൂവ്. അവസാന കൃതി കരുണ. 38ാമത്തെ ക്വസ്റ്റ്യൻ. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ ജി അരവിന്ദൻ. 39ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ലയണൽ സ്കെലോനി. 40ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി മലപ്പുറം. 41ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി അതായത് ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ രണ്ട് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. 42ാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിംഗിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡേറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെന്റൽ മെമ്മറി സിസ്റ്റം? ആൻസർ ഓപ്ഷൻ സി കാഷെ മെമ്മറി. 43ാമത്തെ ക്വസ്റ്റ്യൻ. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിന്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയയ്ക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതിക വിദ്യയാണ് ഓപ്ഷൻ സി വെബ്ജാക്കിംഗ്. 44. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡേഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. 45ാമത്തെ ക്വസ്റ്റ്യൻ. ലാറി പേജും സെർജി ബ്രീനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്? ഓപ്ഷൻ ബി ഗൂഗിൾ. 46. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന. 47.
താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി. ആദ്യ സൗരോർജം, കാറ്റുശക്തി, ബയോമാസ്. 48. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ഓപ്ഷൻ ബി IXPE. 49. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3, 4. ഇതെല്ലാം ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ടതാണ്. 1. ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. 50-ാമത്തെ ക്വസ്റ്റ്യൻ. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രേഞ്ച് പോയിന്റ് 1ന്റെ ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. 51-ാമത്തെ ക്വസ്റ്റ്യൻ. അർജുൻ അത് മാത്സ് ആണ്. എഴുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ. What part of speech is the word quickly? Answer option C. Adverb. 72. Choose the incorrect spelling. Answer option B. 2, 3. 73. Identify the sentence with the incorrect preposition usage. Answer option C. The teacher insisted in completing the assignment. 74-ാമത്തെ ക്വസ്റ്റ്യൻ. Which of the following statements are grammatically correct? ഇത് PSC ക്യാൻസൽഡ് ആണ്. 75. Identify the sentence with the correct subject verb agreement. Answer option B. Each of the students has their own laptop. 76. Identify the sentence with the correct use of the passive voice. അതും PSC ക്യാൻസൽഡ് ആണ്. 77. Select the sentence with the proper use of capitalization. Answer option B. I am going to the mall. 78. Identify the 78 PSC ക്യാൻസൽഡ് ആണ്. 79 ക്യാൻസൽഡ് ആണ്. 80. Identify the sentence with the correct usage of gerund. Answer option B. She enjoys swimming in the ocean. 81. What is the term for the excessive use of words? Option A. Verbosity. 82. Choose the correct option for the reported speech. Answer option D. She said she wouldn't be able to attend the meeting. 83.
Identify the sentence with the correct usage of masculine and feminine gender. Answer option C. The stallion is recognized for his strength. 84. Select the sentence with the correct usage of words. അതും പി എസ് സി ക്യാൻസൽഡ് ആണ്. 86. 85. Which sentence uses correct comparative degree? Answer option C. She runs faster than him. 86. Which does the idiom to spill the beans means? Option B. To reveal a secret. 87. Choose the correct sentence with the proper use of verb. Answer option B. The child fell asleep during the movie. 88. Rebecca rarely eats sweets. Answer option A. Does she? 89. What term describes the deliberate and systematic extermination of national, racial, political, or cultural group? Option B. Genocide. 90. Choose a suitable synonym from the following options for the word given. Meticulous. Answer option A. Careful. മലയാളം. 91. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി. ശരിയായ വാക്യം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഐ എം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ എ. ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി. നീഡം. ചേർത്തെഴുതുക. വാക് പ്ലസ് വാദം. ഓപ്ഷൻ സി. വാഗ്വാദം. അമരം എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ ബി. അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. അധികമായാൽ അമൃതും വിഷം. 99. ശരിയുത്തരം തിരഞ്ഞെടുക്കുക. താവഴി. ഓപ്ഷൻ സി. തായ് പ്ലസ് വഴി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി. ഏകവചനം.